തെക്കുമുറി എന്നൊരു കൊച്ചു ഗ്രാമം, ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ മാത്രം വലിപ്പമില്ലാത്ത ഒരിടം. അവിടെ ജീവിച്ചു മരിച്ച പാവപ്പെട്ട കുറേ മനുഷ്യർ, അവരുടെ അനുഭവങ്ങൾ, വേദനകൾ, ആത്മസംഘർഷങ്ങൾ. വാസു, കോരൻ, കുമാരൻ, ചാത്തൂട്ടി എന്നീ 4 കൂട്ടുകാർ, ഒരു നാടിന്റെ ചരിത്രം അടയാളപ്പെടുത്തുന്ന 4 പേർ. തെക്കുമുറി യസ്മാനും വടക്കുമുറി കുരുക്കളും 2 അധികാര കേന്ദ്രങ്ങളാണ്. അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ ആ നാട്ടിലുള്ളവർ ഏറ്റെടുക്കുന്നു. അവർ ചേരിതിരിഞ്ഞ് നിരന്തരമായ സംഘർഷങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ഓളെക്കൊല്ലി നാരായണക്കുറുപ്പും പട്ടാളം ദാമുവും തമ്മിലുള്ള ശത്രുത ഉടലെടുക്കുന്നത് അങ്ങനെയാണ്. പട്ടാളം ദാമു നേതാവായ മഞ്ചാൻ സംഘം നാരായണക്കുറുപ്പിനെ നാടുകടത്താൻ ശ്രമങ്ങൾ ആരംഭിച്ചു. തെക്കുമുറിയിലെ 4 സംഘം നാട്ടിലെ അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു. ജീവിതം ഏതൊക്കെ കരകളിലേക്കാണോ തങ്ങളെ എത്തിക്കണമെന്ന് അവർ ആഗ്രഹിച്ചത്, ഒടുവിൽ അത് അവരുടെ തന്നെ ജീവനെടുക്കുന്നു. ആകാശച്ചെരുവിൽ ഉദിച്ചുയർന്ന നക്ഷത്രങ്ങളെ നോക്കി 2 പേർക്ക് തങ്ങളുടെ കൂട്ടുകാരുടെ ജീവനറ്റ ശരീരവുമായി നടക്കേണ്ടി വന്നു. കൈക്കുടന്നയിലെ വെള്ളം ഒലിച്ചിറങ്ങിപ്പോയതുപോലെ അവർ പോലും അറിയാതെ ജീവിതം അവരിൽ നിന്നും തെന്നിയകലുന്നു. നേടിയവരാര്? നഷ്ടപ്പെടുത്തിയവർ ആര്? ഈ ചോദ്യം ബാക്കിയാക്കി കാലം അവർക്ക് മുന്നിൽ ഒളിച്ചുകളി നടത്തുമ്പോൾ വായനക്കാരൻ തന്നെ വിധികർത്താവാകുന്നു. വരുന്നു തെക്കുമുറിയുടെ ഇതിഹാസവുമായി ജയപ്രകാശ് പാനൂരിന്റെ തികച്ചും വ്യത്യസ്തമായ നോവൽ രാജാക്കന്മാരുടെ താഴ്വര.